കോഴിക്കോട് കൈതപ്പൊയിലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപകടത്തിൽപ്പെട്ട ബസ്സാണ് കാണുന്നത്. 10 പേർക്ക് പരിക്കേറ്റു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഗുഡ് മോർണിംഗ് എസ്കെഎൻ. അല്പസമയം മുമ്പാണ് കൈതപ്പൊയിലിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. വയനാട്ടിൽ നിന്ന് കോഴി ഇറക്കി മടങ്ങുകയായിരുന്ന പിക്കപ്പ് ലോറി ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ച ഈ ബസ്സിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ്സിൻ്റെ നിയന്ത്രണം വിടുകയും തുടർന്ന് അവിടെ സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് തകർത്തു. തൊട്ടടുത്തുള്ള ആ കെട്ടിടത്തിലേക്ക് കൂടി ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 35 തീർത്ഥാടകരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് അവർ മടങ്ങുകയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ 35 പേരിൽ 10 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 8 പേർക്ക് നിസ്സാര പരിക്കുകളുള്ളൂ. എന്നാൽ 2 പേരുടേത് കാര്യമായ വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 10 പേരെ ഇപ്പോൾ ഈങ്ങാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനവുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അയ്യപ്പന്മാരെ എല്ലാം തന്നെ അടിവാരത്തുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ താൽക്കാലികമായിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു വാഹനം ഏർപ്പെടുത്തിയ ശേഷമായിരിക്കും അവർക്ക് യാത്ര തുടരാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഉള്ളത്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. എസ്കെഎൻ. ഓക്കെ, താങ്ക് യു.